കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF കളത്തിലിറങ്ങുന്നത്. മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 90,000-ത്തിലധികം വരുന്ന ലീഡ് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കഴിഞ്ഞ 2 തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MK രാഘവന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നതാണ് UDF-ന് തലവേദനയാകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MK രാഘവന് എണ്ണിപ്പറയാൻ ഒരു കേന്ദ്ര പദ്ധതി പോലും ഇല്ല. ഫ്ലെക്സ് ബോർഡുകളിലും മറ്റുമായി വികസനം ഒതുങ്ങി എന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. അതേസമയം സർക്കാരിന്റെ ജനപ്രിയ നേട്ടങ്ങൾ എടുത്തുകാട്ടിയാണ് മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ LDF ഇറങ്ങുന്നത്. 2004-ലാണ് മണ്ഡലത്തിൽ അവസാനമായി LDF വിജയിക്കുന്നത്. 65,326 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനതാദൾ സ്ഥാനാർത്ഥിയായിരുന്ന MP വീരേന്ദ്രകുമാർ മണ്ഡലത്തിൽ വിജയിച്ചത്. പിന്നീടുള്ള 2 തിരഞ്ഞെടുപ്പിലും മണ്ഡലം UDF-നൊപ്പം നിന്നു. അവസാനമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമായിരുന്നു LDF നേടിയത്. മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ വിജയം നേടി. കോഴിക്കോട് സൌത്ത് മാത്രമാണ് UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDF-ന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിറ്റിംഗ് MP എന്നതുകൊണ്ട് 2 തവണ മത്സരിച്ച ആളുകൾ വളരെ വാക്ക് ഓവർ ആയിട്ട് ഇത് MK രാഘവന് എടുക്കാൻ പറ്റും. നല്ല ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, ജനങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDF-ലെങ്കിൽ ഇവിടെ ജയിച്ച ചരിത്രമുണ്ട്. ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോക് താന്ത്രിക് ജനതാദളിന്റെയും INL-ന്റെയും മുന്നണി പ്രവേശം മണ്ഡലത്തിൽ LDF നേട്ടം കൊയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. പാർട്ടിയിലെ വിഭാഗീയതയാണ് BJP-ക്ക് വെല്ലുവിളിയാകുന്നത്. മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള വടംവലി താഴെത്തട്ടിലേക്കും പടർന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. ഇത്തവണ MK രാഘവനെ തന്നെ UDF കളത്തിലിറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ഡലത്തിൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് UDF ഇറങ്ങുമ്പോൾ വികസന മുരടിപ്പും LDF സർക്കാരിന്റെ ഭരണനേട്ടവും എടുത്തുകാട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോഴിക്കോട് കച്ചമുറുക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ LDF-ന് പറയാനില്ല. MK രാഘവനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി UDF ഇറങ്ങുമ്പോൾ ശക്തമായ മത്സരത്തിനാണ് കോഴിക്കോട് വേദിയാകുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്.